ഹലോ. അപ്പോൾ ഇന്ന് തേസ്സരിയാണ്. ഞങ്ങളിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങും. പുറത്ത് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. കുറേ ഉപ്പിലിട്ടത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കതൊന്നും കഴിച്ചില്ലെങ്കിലും കുറേ നടന്ന് കാണാനൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ വിചാരിച്ച് നൈബേഴ്സിന് സ്നാക്സൊക്കെ ആക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഓൾറെഡി ഞാൻ അവർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നാക്സ് ഒന്നും ആക്കണ്ട, കാരണം അവരെന്തായാലും ആക്കുമ്പോൾ പിന്നെ നമ്മളും കൂടി ആക്കി അത് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ചിക്കൻ കൊണ്ടുള്ളൊരു ഐറ്റമാണ്. ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം ഫില്ലിംഗ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ അവർക്ക് കൊടുക്കുന്ന കാരണം കുറച്ച് ഭംഗിയിൽ അത് സെറ്റാക്കിയെന്ന് മാത്രം. അപ്പോൾ അതാ കണ്ടില്ല, ഈ ഒരു ടൈപ്പിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. പിന്നെ സമൂസയാണ്. സമൂസ ഷീറ്റ് ഞാൻ പലരും പല ടൈപ്പിലല്ലേ മടക്കുക. ഞാനിതാ ഈ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെ ഫില്ലിങ് വെജാണ്. പൊട്ടറ്റോ, ക്യാരറ്റ്, ഗ്രീൻ ബീൻസ്. അപ്പോൾ ഇത് മൊത്തം വെജായിട്ടുള്ള സമൂസയാണ്. ഈ ഒരു രീതിക്കാണ് ഞാൻ ഇത് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 2 ഐറ്റം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബീഫ് കട്ട്ലേറ്റ് ആണ്. അതും ഞാൻ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പ് വട, നമ്മുടെ സ്ഥിരം ഐറ്റമായിട്ടുള്ള പരിപ്പ് വടയാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഓൾറെഡി സെറ്റാണ്. ഇനി അബി വരുന്നതിന് കുറച്ച് മുന്നായിട്ട് ഞാനിത് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള ഡ്യൂട്ടിയൊക്കെ അബിക്ക് വിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ അബീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി ഇതൊക്കെ സെറ്റാക്കിയപ്പോൾ ഞാൻ കുറച്ച് ടയർഡായി. അപ്പോൾ ബാക്കിയുള്ള പണി നമുക്ക് അബിക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ അബി എത്തി. ഒക്കെ ഇതേ വറുത്ത് കോരുന്നുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പായിട്ട് ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സമയം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. കുഴപ്പമില്ല, ടൈമൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് ഒരാൾക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയാണല്ലോ. ആവില്ലേ, ആ ടൈമിൽ ആവില്ലേ, ഇത് പിന്നെ ടേസ്റ്റൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം നോമ്പായ കാരണം ടേസ്റ്റ് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ നാവിൻ്റെ തുമ്പത്തൊക്കെ വെച്ച് നോക്കാം എന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്കത് ഒട്ടും അറിയില്ല അങ്ങനെ നോക്കാനായിട്ട്. പക്കാ ടേസ്റ്റ് നോക്കണമെങ്കിൽ അത് കഴിച്ച് തന്നെ നോക്കണം. അപ്പോൾ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് എല്ലാം സെറ്റാക്കിയിട്ടുള്ളത്. ഇനി കഴിച്ച് കഴിയുമ്പോൾ റിസൾട്ട് കഴിച്ചവർ പറയുമ്പോൾ അറിയാം എന്തായി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് പരിപ്പൊടിയും സെറ്റായിട്ടുണ്ട്. ഇനി മെയിൻ പണി എന്നുള്ളത് ഇത് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതും ഞാൻ അബിക്ക് വിട്ട് കൊടുത്തേക്കാണ്. ഇതിപ്പോൾ രാവിലെ തൊട്ട് ഞാൻ പണിയെടുത്തെങ്കിലും ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അബിക്ക് കൊടുക്കേണ്ടി വരും. കാരണം ആ രീതിക്കാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. കണ്ടില്ലേ, അപ്പോൾ അത്രയും നീറ്റായിട്ടാണിത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എല്ലാം ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ, ഭംഗിയായി വെക്കാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മുകളിലത്തെ റൂമിലേക്ക് ഇഷാൻ കൊണ്ടു കൊടുത്തോളും. താഴത്ത് ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും കൂടി പാക്കിങ്ങൊക്കെ ഭംഗിയാക്കാണ് കൊടുക്കുക, നമ്മൾ നീറ്റായിട്ട് വേണ്ടി കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഇതാ അങ്ങനെ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെറ്റുമായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇനി ഇതിൻ്റെ റിസൾട്ട് കഴിച്ച് കഴിയുമ്പോൾ അവർ പറയട്ടെ. കാരണം നമുക്ക് ഐഡിയ ഇല്ല നോമ്പായ കാരണം എന്താവുമെന്ന്. അപ്പോൾ എല്ലാവർക്കും റംദാൻ കരീം. എന്താ പ്രശ്നം? എങ്ങനെയുണ്ട്? ഞാൻ പണ്ട് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. എന്തുട്ടാ പറയേ
അതെ ഇവൾക്ക് വേണം വേണം. കഴിച്ച് കഴിച്ച് ഉണ്ട്. ഞാൻ കഴിക്കട്ടെ. എത്ര മാങ്ങ വേണം? ഒരു പീസ് മാങ്ങോ. ഐസ്ക്രീം ഇല്ല ഇവിടെ. അത് ഫുഡ് കഴിച്ചിട്ട്